ഒരാൾ സഫിൽ വന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ കൈകെട്ടാതെ അയാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുന്നത് പൊള്ളാൻ. നമസ്കാരം എന്ന് പറയുന്നത് കൈ ഉയർത്തി കെട്ടലാണ്, ചിലപ്പോഴൊക്കെ കുനിയലാണ്, ചിലപ്പോഴൊക്കെ നിവരലാണ്, ചിലപ്പോഴൊക്കെ കുട്ടികളെ പോലെ മുട്ടിലിഴയലാണ്, ചിലപ്പോഴൊക്കെ എഴുന്നേറ്റിരിക്കലാണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിക്കലാണ് നമസ്കാരം എന്ന് പറയുന്നത്. കുറെ പ്രവർത്തനങ്ങൾ ചെയ്യലാണ് നിസ്കാരം. എന്നാൽ സക്കാത്തിന് നിങ്ങൾ നോക്ക്, സക്കാത്ത് എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ ഔദാര്യം, പാവപ്പെട്ടവന്റെ അവകാശമായി, പണക്കാരന്റെ ഔദാര്യമായി കൊടുക്കുന്നതല്ല. പാവപ്പെട്ടവന്റെ അവകാശമായി അവന്റെ സമ്പത്തിനെ കാൽക്കുലേഷൻ നടത്തിയിട്ട് 2.5% പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട 8 കൂട്ടരിൽ ഏതൊരു കൂട്ടരെയാണോ എത്തിക്കുന്നത് ആ കൂട്ടർക്ക് 2.5% അവരുടെ അവകാശമായി കൊടുത്തു വിടുന്നതാണ് സക്കാത്ത്. ആ സക്കാത്ത് കുറെ കാര്യങ്ങൾ ചെയ്യലാണ്. അവനവന്റെ സമ്പത്തിനെ കാൽക്കുലേഷൻ നടത്തലാണ്. അവന്റെ സമ്പത്തിനെ കൃത്യമായി അവന് മനസ്സിലാക്കിയിട്ട് ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിക്കലാണ് സക്കാത്ത് എന്ന് പറയുന്നത്. കുറെ പ്രവർത്തനങ്ങളാണ്. ഹജ്ജും ഉംറയും നമുക്കറിയാം. അറഫയിൽ നിൽക്കലാണ്, മുസ്ദലിഫയിൽ രാപാർക്കലാണ്, മിനയിൽ കഴിയലാണ്, ഇഫാദത്തിന്റെ തവാഫ് ചെയ്യലാണ്, വദാഇന്റെ തവാഫ് ചെയ്യലാണ്, സഈ ചെയ്യലാണ്. കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹജ്ജാകുന്നത്. ഈ ഇബാദത്തുകളൊക്കെയും ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ കുറെ പ്രവർത്തനങ്ങളാണ് എങ്കിൽ നോമ്പ് മാത്രമാണ്. ആ നോമ്പിന്റെ പ്രത്യേകത ഒന്നും ചെയ്യാതിരിക്കലാണ്. നോമ്പെന്ന് പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കലാണ്. ബാക്കിയുള്ള ഇബാദത്തുകളൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യലാണ് എങ്കിൽ നോമ്പെന്ന് പറയുന്നത് ചെയ്യാതിരിക്കലാണ്. എന്ന് പറഞ്ഞാൽ കുടിക്കാതിരിക്കൽ, ഒന്നും കഴിക്കാതിരിക്കൽ, ഭാര്യയെ സമീപിക്കാതിരിക്കൽ, ഭർത്താവിനെ ഭാര്യയെ സമീപിക്കാതിരിക്കൽ, അങ്ങനെ അള്ളാഹു അനുവദിച്ച ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കലാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ബാക്കിയുള്ള ഇബാദത്തുകളൊക്കെ വർധനങ്ങളും നോമ്പ് വർജനവുമാണ് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് ആർക്കുണ്ട് എന്ന് ലോകത്ത് ഒരു ഫാക്ടറിയിലും ഒരു കാൽക്കുലേഷനിലും ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റാത്ത കാര്യമാണ്. നിസ്കാരം നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും ഒക്കെ കാണും. ഹജ്ജ് ആരും കാണാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോമ്പുണ്ടോ എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവൂല. നിങ്ങളിൽ എത്ര പേർക്കാണ് നോമ്പുള്ളത് എന്ന് ഒരിക്കലും എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. വീട്ടിൽ ഭാര്യയ്ക്ക് നോമ്പുണ്ടോ എന്ന് ഭർത്താവിന് അറിയാൻ കഴിയില്ല. കാരണം ഗോപ്യമായി ചെയ്യുന്ന, അതീവ രഹസ്യമായി ചെയ്യുന്ന ഒരു ഇബാദത്ത് അത് നോമ്പാണ്. ആ നോമ്പ് വളരെ രഹസ്യമായി ചെയ്യുന്ന, അതീവ രഹസ്യമായി ചെയ്യുന്ന ഇബാദത്തായതുകൊണ്ട് തന്നെ ആ നോമ്പിൽ റിയാ കടന്നു വരില്ല, പ്രകടനപരത കടന്നു വരില്ല, ലോകമാന്യത കടന്നു വരില്ല. ബാക്കിയുള്ള ഇബാദത്തുകളിലൊക്കെ ചിലപ്പോൾ ലോകമാന്യത കടന്നു വരാം. നിസ്കരിക്കുന്നവന് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്നവനെ കാണിക്കാൻ വേണ്ടി അറിയാതെ ചിലപ്പോൾ നിസ്കാരം നിർവഹിച്ചേക്കാം. ഹജ്ജ് ഞാനൊരു ഹാജിയാണ് എന്ന് പൊതുബോധം, ആ പൊതുബോധത്തെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്തേക്കാം പലരും. എന്നാൽ സക്കാത്ത് ആരും അറിയാതെ കൊടുത്താലും വാങ്ങുന്നവനെങ്കിലും അറിയുന്നു. അങ്ങനെ അയാളും അറിയുമ്പോൾ ഒരുപക്ഷെ ഇവൻ ധർമ്മിട്ടനാണ് എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ കടന്നു വന്നേക്കാം. പക്ഷേ ലോകത്ത് ആകാശത്തിൻ്റെ താഴെ ഭൂമിക്ക് മുകളിൽ സർവശക്തനായ പടച്ചതമ്പുരാനും അവൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മാലാഖമാർക്കുമല്ലാതെ ലോകത്തൊരു മഖ്ലൂക്കിനും തിരിച്ചറിയാൻ കഴിയാത്ത ഒരേ ഒരു അമല് അത് നോമ്പാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഈ കാര്യം പറഞ്ഞുകൊണ്ടൊരു കാര്യം ഉണർത്തുകയാണ്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ സ്വർഗവും അവൻ്റെ നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലുമല്ല ഒരു മനുഷ്യൻ ഇബാദത്തുകൾ കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് എന്ന പൊതുവായ തത്വം ഞാനും നിങ്ങളും അംഗീകരിക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ അതീവ രഹസ്യമായി ചെയ്യുന്ന ഇബാദത്ത് നോമ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് പലരും ഇന്നലെ മഗ്രിബ് മുതൽ ഓതിയ ഒരു അധ്യായമുണ്ട്. പരിശുദ്ധമായ ഖുർആനിൻ്റെ നേരെ പകുതിയിലുള്ള സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ ലോകത്തോട് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്. അള്ളാഹു പറയുന്നു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. ആർക്കെങ്കിലും അല്ലാഹനെ വേണോ? ആർക്കെങ്കിലും പടച്ചവന്റെ സംതൃപ്തി വേണോ? അള്ളാഹുവിലേക്ക് സംപ്രീതനായി മടങ്ങണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? പടച്ചവനെ കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഫൽയഅമൽ അമലൻ സ്വാലിഹ.
നിങ്ങൾ സുഹൃതങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിൽ അമലു സ്വാലിഹാത്തുകൾ ചെയ്യണം. ആ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, ആ അമലു സ്വാലിഹാത്തിൽ ഒരു കാരണവശാലും റിയാ എന്ന ലോകമാന്യത എന്ന ചെറിയ ശിർക്ക് കടന്നു വരാൻ പാടില്ല. മുഫസ്സിറുകളായ മുഫസ്സിരീങ്ങൾ മുഴുവനും അവിടെ വ്യാഖ്യാനം കൊടുക്കുന്നത് വിഗ്രഹാരാധനയെ പറ്റിയല്ല. കാരണം സുഹൃതം ചെയ്യുന്ന, സൽക്കർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിഗ്രഹാരാധകനായി മാറൂല, ദേവീദേവന്മാരെ ആരാധിക്കുന്നവരായി മാറൂല, 33 കോടി ദൈവങ്ങളെ പൂജിക്കുന്നവരായി മാറൂല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് അല്ലാഹുവിനെ വേണമെങ്കിൽ അയാൾ സൽക്കർമ്മം ചെയ്യുന്നതോടൊപ്പം തന്നെ അവന് ജീവിതത്തിൽ ഒരു കാരണവശാലും ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ വളരെ വ്യക്തമായി സുവ്യക്തമായി പഠിപ്പിക്കുമ്പോൾ ആ പറയുന്ന ശിർക്ക് ശിർക്കുൻ അസ്ഗർ എന്ന ശിർക്കാൻ, അഥവാ മൈനർ ശിർക്കാൻ, ലോകമാന്യതയാണ്. ലോകമാന്യത എന്ന പ്രകടനപരത ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അമല് ചെയ്താൽ ആ അമല് അള്ളാഹുവിനെ കാണുന്നതിന് കാരണമായ അമലല്ല. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിൽ അവന് സുഹൃതം ചെയ്യുമ്പോൾ അതിലൊരു കാരണവശാലും മറ്റൊരു മഖ്ലൂക്ക് കടന്നു വരാൻ പാടില്ല, ഒരു സൃഷ്ടി കടന്നു വരാൻ പാടില്ല. ആ സൃഷ്ടി കടന്നു വന്നാൽ ആരെയെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിയിൽ നമസ്കരിക്കുന്നു എന്ന് കാണുമ്പോൾ താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പുതുമാരനായി കടന്നു വരുന്നവൻ നല്ല ഒരു മുത്തഖിയാണ് എന്നറിയട്ടെ എന്ന ചിന്തയോടെ പള്ളിയിൽ ചെന്ന് കൈകെട്ടി നിസ്കരിക്കുന്നവന്റെ നമസ്കാരം അള്ളാഹുവിനെ കാണുന്ന ഇബാദത്തായി മാറുന്നില്ല. മഅ്മൂമീങ്ങളെ കേൾക്കട്ടെ എന്ന ചിന്തയിൽ ഇമാമായ ഞാൻ എൻ്റെ ഖിറാഅത്തിന്റെ ശൈലിയിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ട് എൻ്റെ നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ ദൈർഘ്യം, ആ നമസ്കാരത്തിന്റെ സുജൂദ് റുകൂകളുടെ ദൈർഘ്യം ഞാൻ കൃത്യമായി എൻ്റെ നമസ്കാരത്തിൽ കൊണ്ടുവന്നാൽ ആ നമസ്കാരം പുറകിൽ നിൽക്കുന്ന മൗമൂമിങ്ങൾക്ക് വേണ്ടിയാണ്, ഖാലിഖായ പടച്ചതമ്പുരാനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്ന ഇബാദത്തല്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഇബാദത്തിലൂടെ പടച്ചവനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും അവന്റെ ഇബാദത്തിൽ ലോകമാന്യത കടന്നു വരാൻ പാടില്ല. നമസ്കാരത്തിൽ ലോകമാന്യത കടന്നു വരും, സക്കാത്തിൽ ലോകമാന്യത കടന്നു വരും, ഹജ്ജിലും ഉംറയിലും ലോകമാന്യത കടന്നു വരും. ലോകമാന്യത എന്ന പ്രകടനപരത എന്ന റിയാ കടന്നു വരാത്ത ഒരേ ഒരു ഇബാദത്ത് പ്രപഞ്ചത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നോമ്പാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ നോമ്പ് കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ്. നമസ്കാരം പോലെ, ഹജ്ജ് പോലെ, ഉംറ പോലെ, സക്കാത്ത് പോലെ എന്തെങ്കിലും ചെയ്യലല്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, എല്ലാവരും നോമ്പ് തുറക്കാനുള്ള മാനസിക ശാരീരികമായ വ്യഗ്രതയിലാണ്. ആ ശാരീരിക മാനസിക വ്യഗ്രതയിൽ പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ 2ാമത്തെ 10 വിട പറയുന്ന അനുഗ്രഹീതമായ ഈ വെള്ളിയാഴ്ചയുടെ അസർ കഴിഞ്ഞുള്ള മുബാറക്കായ സമയത്ത്, അതേ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തത് വെള്ളിയാഴ്ച അസറിന് ശേഷമാണ്. ആ മുബാറക്കായ സമയത്ത് മഗ്രിബ് നമസ്കാരത്തിലേക്ക്, അതല്ലെങ്കിൽ ഇഫ്താറിലേക്ക്, റമളാൻ മാസത്തിന്റെ 3ാമത്തെ 10ന്റെ ആദ്യത്തെ രാത്രിയിലേക്ക് കാലെടുത്തു വെക്കാനിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും മനസ്സിലാക്കുക, നമ്മുടെ ഈ നോമ്പ് കൊണ്ടുണ്ടാകുന്ന ചൈതന്യം, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഒരു സന്തോഷം നോമ്പ് പിടിക്കുന്ന MLA-മാർക്കും മന്ത്രിമാർക്കും MP-മാർക്കും അമുസ്ലിമീങ്ങൾക്കും ലോകത്ത് പട്ടിണി കിടക്കുന്ന എല്ലാവർക്കും കിട്ടുന്ന സഹജമായ ഒരു സന്തോഷമാണ്. അത് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള സന്തോഷമാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ മക്കള് മഗ്രിബിന്റെ സമയമാകുമ്പോൾ പാത്രത്തിൽ നിന്നെടുത്ത് അപ്പുറത്തെ പാത്രത്തിൽ വെക്കും, ജ്യൂസ് എടുത്ത് അടുത്ത ഗ്ലാസ്സിൽ ഒഴിക്കും, ഈത്തപ്പഴെടുത്ത് ആപ്പിൾ ഇരിക്കുന്ന പാത്രത്തിൽ വെക്കും, ആപ്പിൾ എടുത്ത് മുന്തിരി ഇരിക്കുന്ന പാത്രത്തിൽ വെക്കും. ഇതൊക്കെ സഹജമായ ഒരു സ്വഭാവമാണ്, ഇതൊക്കെ മനുഷ്യ സഹജമായ ഒരു സന്തോഷമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഏറ്റവും വലിയ സന്തോഷം നമുക്കിനി നേടിടാനുള്ളത് ആ സന്തോഷം ഇവിടെ വെച്ചല്ല. അത് പുത്തനുടുപ്പ് ധരിച്ചുകൊണ്ട് പരിശുദ്ധമായ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോഴല്ല, മറിച്ച് 27 രാവിനും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ 10 ഒറ്റയായ രാത്രികളിൽ ഒന്നുമല്ല നാം ഓരോരുത്തരും 2ാമത്തെ സന്തോഷം അനുഭവിക്കുന്നത്. ആ സന്തോഷം അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇല്ലാഹി തആല, ഈ നോമ്പുകാരന് അല്ലാഹു തആല നോമ്പിന് പകരമായി കൊടുക്കുന്ന പടച്ചവന്റെ ദർശനം എന്ന ലിഖാഇന്റെ സന്ദർഭത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ നിസ്കാരത്തിന് അല്ലാഹു മഹത്വം പറഞ്ഞത്? ഒരു നമസ്കാരം, അസ്ർ നിസ്കാരം കഴിഞ്ഞു, നിങ്ങളും കഴിഞ്ഞു, മഗ്രിബ് നിസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചാൽ അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള എൻ്റെ എല്ലാ ചെറിയ പാപങ്ങളും അത് കാരണമായി അല്ലാഹു തആല പൊറുക്കുകയാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ നിസ്കാരത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ മഗ്രിബ് മുതൽ ഇശാ നിസ്കാരം വരെയുള്ള എല്ലാ ചെറിയ പാപങ്ങളെയും അല്ലാഹു പൊറുക്കുകയാണ്. എന്നാൽ ഈ ചെറിയ പാപങ്ങളെ പൊറുക്കുക എന്നുള്ള പ്രക്രിയയാണ് നിസ്കാരത്തിലൂടെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളതെങ്കിൽ
ഹജ്ജിലൂടെ എന്താണ് കിട്ടുക? ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു. ഉമ്മ പ്രസവിച്ച പാപസുരക്ഷിതത്വം പേറി പരിശുദ്ധമായ കരിങ്കൽ ഭിത്തി കൊണ്ട് നിർമ്മിക്കപ്പെട്ട കറുത്ത സുന്ദരിയായ കഅബാലയത്തോട് വിട പറഞ്ഞിട്ട് നാട്ടിലേക്ക് വരുന്ന ഒരു ഹാജി, അവൻ ഉമ്മ പ്രസവിച്ച ദിവസത്തിൽ ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പാപസുരക്ഷിതത്വം ഉള്ളവനായിട്ട് വരുമെന്നാണ്. അതേസമയം ഒരു സക്കാത്ത് കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന് കിട്ടുന്നത്? അവന്റെ 2.5%, 1 ലക്ഷം രൂപയിൽ 2500 രൂപ പാവപ്പെട്ടവനെ കണ്ടെത്തി കൊടുത്താൽ ബാക്കിയുള്ള സമ്പത്ത് വളരുക മാത്രമല്ല, ആ സമ്പത്ത് പരിശുദ്ധമാകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരത്തിനും ഹജ്ജിനും ഉംറയ്ക്കും സക്കാത്തിനുമൊക്കെ അല്ലാഹു തആല പറഞ്ഞ പ്രതിഫലം, നബി തങ്ങൾ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഇങ്ങനെയുള്ള പ്രതിഫലങ്ങളാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ആരംഭപ്പൂവായ പ്രവാചകനോട് അല്ലാഹു തആല പറഞ്ഞത്, നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരക്ഷരം നിങ്ങൾ പറയരുത് നബിയെ. കാരണം ഫഇന്നഹു ലി, ആ നോമ്പ് എനിക്ക് വേണ്ടി അവൻ പിടിച്ചതാണ്. വഅന ഉജ്സാ ബിഹി, ഞാൻ എന്നെ അവനങ്ങ് കൊടുക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബാദത്തിലൂടെ പടച്ചവനെ കിട്ടുമെന്ന് വിശുദ്ധമായ ഹദീസിലൂടെ പഠിപ്പിച്ച ഒരു ഇബാദത്ത് നോമ്പാണ്. ആ നോമ്പിലൂടെ അള്ളാഹു അവനെ നമുക്ക് തരികയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആർക്കെങ്കിലും അള്ളാഹനെ വേണമെങ്കിൽ അവൻ ഇബാദത്ത് ചെയ്യുകയും ആ ഇബാദത്തിൽ ഒരു കാരണവശാലും മറ്റൊരു മഖ്ലൂക്കിനെ കടത്തിക്കൊണ്ടുവരാതിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കടത്തിക്കൊണ്ടുവരാതിരിക്കുന്ന ഒരേ ഒരു ഇബാദത്ത് നിസ്കാരമല്ല, ഹജ്ജല്ല, സക്കാത്തല്ല, അത് പരിശുദ്ധമായ നോമ്പാണ്. ആ നോമ്പ് അത്രയും ഇഖ്ലാസോടുകൂടി, ലോകമാന്യതയില്ലാതെ, ലോകത്ത് അടുത്തു കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ പോലും അറിയാതെ അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ പിടിച്ചുവിടുന്നത് പരിശുദ്ധമായ നോമ്പാണ്. ആ നോമ്പ് എന്ന് പറയുന്ന പുണ്യമായ ഇബാദത്ത് നമുക്ക് ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലേക്ക് അത്രയും അങ്ങ് ലയിച്ചു ചേരുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ആരും നോമ്പ് പിടിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് ബോധപൂർവമാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാളും ഈട്ടിക്കാഫിരിക്കണ്ട എന്ന് പറയുന്നത് ബോധപൂർവമാണ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിക്കുന്നു എന്നിരിക്കട്ടെ, അവിടെ റിയാ വന്നില്ലേ? ഒരു സൃഷ്ടിയോട് തന്റെ ഇബാദത്തിനെ കണക്ട് ചെയ്തില്ലേ? അള്ളാഹുവിന്റെ സ്വർഗം എന്നൊരു സൃഷ്ടിയല്ലേ? അള്ളാന്റെ നരകം എന്നൊരു സൃഷ്ടിയല്ലേ? ആ സൃഷ്ടിയായ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഇബാദത്തെടുത്താൽ അവിടെ അല്ലാത്ത ഖാലിക്കായ പടച്ചവനല്ലാത്ത ഒരു മഖ്ലൂക്ക് അവന്റെ ഇബാദത്തിൽ കണക്ട് ആയില്ലേ? അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ നിയ്യത്ത് വെക്കുന്നത് എങ്ങനെയാണ്? ഉസല്ലി ഫർദൽ അസ്രി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലിൽ ജന്നത്തി എന്ന് ഇന്നേ വരെ ഏതെങ്കിലും ഒരാൾ നോമ്പിന് പരിശുദ്ധമായ നിസ്കാരത്തിന് നിയ്യത്ത് വെച്ചിട്ടുണ്ടോ? ഒരാളും വെച്ചിട്ടില്ല. എല്ലാവരും വെക്കുന്നത് എന്താണ്? ഉസല്ലി ഫർദൽ അസ്രി 4 റക്അഅത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല എന്നാ വെക്കുന്നത്. എൻ്റെ ഈ അസർ നിസ്കാരം എനിക്ക് സ്വർഗം വാങ്ങാനല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല. ഈ അസർ നിസ്കാരം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പടച്ചവനെ എനിക്ക് കിട്ടലാണ്. ഇന്നലെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കാരത്തിന്റെ ഇടയിൽ നമ്മൾ നിയ്യത്ത് വെച്ചു. ഇന്നത്തെ 20ാമത്തെ നോമ്പിന് നിയ്യത്ത് വെച്ചു. എന്താ നിയ്യത്ത് വെച്ചത് നിങ്ങൾ? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലിൽ ജന്നതി എന്നാരും വെച്ചിട്ടില്ല. എല്ലാവരും വെച്ചത് എങ്ങനെയാണ്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വ്രതശുദ്ധി കൊണ്ട്, ഈ ഉപവാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പടച്ചവനെ എനിക്ക് നിന്നെ കിട്ടലാണ്, എനിക്ക് നിന്നെ കിട്ടലാണ്. തീരുന്നില്ല. പരിശുദ്ധമായ ഹജ്ജിന് ഉംറയ്ക്ക് ഇഹ്റാം കെട്ടുമ്പോൾ നവൈതുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല എന്നാ വെക്കുന്നത്. പള്ളിയിലേക്ക് കയറിയാൽ നവൈതുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി മാ ദുംതു ഫീഹി ലില്ലാഹി തആല എന്നാ പറയുന്നത്. ഏത് വിഷയത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിനെ കിട്ടുക എന്നുള്ളതാണ്. ഈ നോമ്പ് കൊണ്ട് പടച്ചവൻ ഉദ്ദേശിക്കുന്നതും അവനെ നമുക്ക് തരലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഫമങ്കാന യർജൂ ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗത്തല്ല പറയുകയാണ്, ആരൊരാൾ പടച്ചവന്റെ ലിഖാഹ് പ്രതീക്ഷിക്കുന്നുവോ, ആരൊരാൾ പടച്ചവനെ കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഇബാദത്തെടുക്കുന്നുവോ, ആർക്കാണോ അള്ളാഹുവിനെ വേണ്ടത്, ആ പടച്ചവനെ ആർക്കാണോ വേണ്ടത്, അവന് ഫൽയഅമൽ അമലൻ സാലിഹാ, അവന് സൽക്കർമ്മങ്ങൾ സുഹൃതങ്ങൾ അവന് ചെയ്തു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അവന്റെ ഇബാദത്തിൽ ഒരു മഖ്ലൂക്കിനെയും അവനെ
കടത്തിക്കൊണ്ടുവരാതിരിക്കട്ടെ. സഹോദരങ്ങളെ, ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് സ്വർഗം വലുതല്ല. സ്വർഗം അല്ലാഹു തരുന്ന ബോണസാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് തരുന്ന വലിയൊരു സമ്മാനമാ. നമുക്ക് ഏറ്റവും വലിയ സമ്മാനം അല്ലാഹനെ കിട്ടല. തസവുഫിന്റെ ഉന്നതമായ മേഖലകളിൽ എത്തപ്പെട്ട മഹത്തുക്കളായ ഔലിയാക്കള്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽ പലരും പറഞ്ഞതെന്തെന്നറിയോ? പടച്ചവനെ, നിനക്ക് ഞങ്ങളെ നരകത്തിലിടലാണോ ഇഷ്ടം? നിനക്ക് സംതൃപ്തി ഞങ്ങൾ നരകത്തിൽ പോകലാണോ? നരകത്തിന്റെ ഭീകരതയിലേക്ക് ഞങ്ങളെ വലിച്ചെറിയലാണോ നിനക്ക് ഇഷ്ടമെങ്കിൽ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, ഞങ്ങളതിന് തയ്യാറാ. അതല്ല, നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയാൽ ആ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അനുഭൂതികളിൽ ആറാടുമ്പോൾ കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ അള്ളാന്റെ സുഖലോലുപ സ്വർഗത്തിൽ നമ്മൾ പാറി നടക്കുമ്പോൾ അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചോദിക്കുന്ന ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ വന്നവര്, തസ്നീം കുടിച്ചവരെ, സൽസബീൽ കുടിച്ചവരെ, അള്ളാഹുവിന്റെ പാലാറിലും അതുപോലെ തന്നെ കള്ളാറിലും ആടുകയും പാടുകയും കുടിക്കുകയും കുളിക്കുകയും ചെയ്യുന്നവരെ അള്ളാഹു ചോദിക്കുന്നു, ഹൽ തസ്തഹൂന ശൈആ, ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് ഞാനും നിങ്ങളും പടച്ചവനോട് ചോദിക്കും, റബ്ബേ ഇനി എന്ത് കിട്ടാനാ? അല്ല ചോദിക്കുന്നു, വേറൊന്നും നിങ്ങൾക്ക് വേണ്ടേ? അള്ളാഹുവേ, എന്താ ഞങ്ങൾക്കിനി കിട്ടാനെല്ലാം ഇവിടെ എല്ലാം സുലഭമല്ലേ? എല്ലാം ഞങ്ങളുടെ ആഗ്രഹത്തിനൊത്തു നീ തന്നല്ല പടച്ചവര്. ആ സമയത്താണ് പ്രിയപ്പെട്ടവര് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മറയങ്ങ് മാറ്റുകയാ. ഏത് മറയാണ്? തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ തജല്ലി കണ്ടപ്പോൾ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം, 40 ദിവസത്തെ നോമ്പിന് ശേഷം അല്ലാഹു കലീമായ മൂസാ നബിക്ക് അല്ലാഹുവിനെ കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ആ പടച്ചവന്റെ കോടാന 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 കോടി പ്രകാശരശ്മികളിൽ ഒരു രശ്മി തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഏറ്റവും വലിയ തന്റേടിയായ ആരോഗ്യദൃഢഗാത്രനായ നല്ല ആരോഗ്യമുള്ള പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ ചങ്കുറപ്പുള്ള കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഏറ്റവും വലിയ പർവ്വതമാകുന്ന തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രകാശത്തിന്റെ കോടിയിലൊരംശം പ്രകാശം കണ്ടപ്പോൾ ജഅലഹു ദക്കാ വഖറ മൂസാ സ്വൈകാ, മൂസാ നബി ബോധം കെട്ട് നിലംപൊത്തുകയാണ്. ആ തൂരിസീന പർവ്വതം പൊടിഞ്ഞു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് അള്ളാന്റെ പ്രകാശത്തിന്റെ രശ്മികളിൽ ഒരു രശ്മി കണ്ടു തീർക്കാൻ മൂസാ നബിക്ക് കഴിഞ്ഞില്ലെങ്കിൽ 40 ദിവസത്തെ വ്രതത്തിന് ശേഷം മൂസാ നബി അള്ളാനെ കാണാൻ വേണ്ടി പോകുമ്പോ ആ പടച്ചവന്റെ നൂറ് കാണാൻ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ കാണാനുള്ള ആ ഒരു കഴിവില്ലാതെ പോകുമ്പോ മൂസാ നബി മുനാജാത്തിന്റെ വേള ഒരിക്കൽ ചോദിച്ചു, റബ്ബേ അന്ന് തൂരിസീനയിൽ എന്താ സംഭവിച്ചത് തമ്പുരാരെ? ആ സമയത്ത് അല്ലാഹു മൂസാ നബിയോട് പറയുന്നു, ബൈനി വ ബൈനക അൽഫു ഹിജാബ്. മൂസാ നബിയെ, നിങ്ങൾ തൂരിസീന പർവ്വതത്തിൽ വരുമ്പോ ഞാൻ എന്റെ പ്രകാശം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്റെ പ്രകാശത്തിന്റെ കോടിയിൽ ഒരു അംശം നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ കഴിയാതെ നിങ്ങൾ മോഹാലസ്യപ്പെട്ട് വീണു പോകുമ്പോ ബൈനി വ ബൈനക അൽഫു ഹിജാബ്, എന്റെയും അങ്ങയുടെയും ഇടയിൽ 1000 മറകൾ ഉണ്ടായിരുന്നു. സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളിലേക്ക് നമ്മൾ കയറി പോകുമ്പോ ആ മറയെ അല്ലാഹു അങ്ങ് മാറ്റുകയാ. ആ മറയെ അല്ലാഹു അങ്ങ് മാറ്റുമ്പോൾ ആ പടച്ചവനെ നമ്മൾ കാണുകയാണ്. ഏതുപോലെ നിങ്ങൾ 14 രാവിന്റെ പൗർണമിയെ കാണുമ്പോൾ അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞത് 14 രാവിന്റെ പൗർണമിയെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം. അങ്ങനെ മുത്തു റസൂൽ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പടച്ചവന്റെ മുന്നിൽ വെച്ച് കാണുകയാ. ആ കാണുന്നതിന് അള്ളാഹു വെച്ച ഒരു ഇബാദത്ത് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പിടിച്ച നോമ്പാൻ. ആ നോമ്പ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഇബാദത്താണ്. മാത്രമല്ല നിരവധി ഉസ്താദുമാരിപ്പുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ 5 മിനിറ്റിൽ അവരുടെ വിലപ്പെട്ട ഉപദേശങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഞാനും നിങ്ങളും 20 ദിവസം നോമ്പ് പിടിച്ചു. അൽഹംദുലില്ലാ, പടച്ചവന്റെ തൗഫീഖോടുകൂടി ഏതാനും മിനിറ്റുകൾ വഴിമാറുമ്പോൾ
20ാമത്തെ നോമ്പ് നമ്മൾ പൂർത്തീകരിക്കുന്നു. ഈ സന്ദർഭത്തിൽ നമുക്ക് അല്ലാഹു തരുന്ന സമ്മാനം ഏതാ? പടച്ചോന്റെ സ്വർഗമാണോ? ആ സ്വർഗം എൻ്റെ പ്രിയപ്പെട്ടവരെ നേടുക എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ ഒരുതരം ബിസിനസ് മൈൻഡാണ്. എന്താ ബിസിനസ്സുകാരുടെ മൈൻഡ്? ഇവിടെ വിതയ്ക്കണം, അവിടെ കൊയ്യണം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കാണ്. മഹാനവറുകൾ പറയാണ്, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു മനുഷ്യ ഇബാദത്തെടുത്താലും അത് ഒരുതരം ബിസിനസ് മുതലാളി മൈൻഡാണ്. ഇവിടെ വെക്കുക, അവിടെ അടിക്കുക. അതല്ലേ നമ്മൾ ചെയ്യുന്നത്? നിസ്കരിക്കാൻ വേണ്ടി ഓടി പള്ളിയിലെത്തി, എന്താ ഉദ്ദേശം? എനിക്ക് സ്വർഗം കിട്ടണം. ഇതന്നല്ലേ ബിസിനസ്സുകാരുടെ മൈൻഡ്? അതാകരുത്. സയ്യിദുന അലിയിൽ മുർത്തള റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാൻ. ചില ആളുകൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് അള്ളാന്റെ നരകത്തെ പേടിച്ചുകൊണ്ടാണ്. മഹാനായ അലി തങ്ങൾ പറയുന്നു, ഇത് ഒരു തരം തൊഴിലാളികളുടെ മൈൻഡാണ്, സെർവന്റിന്റെ മൈൻഡാണ്. എന്താണെന്നറിയോ? കൃത്യസമയത്ത് മുതലാളിയുടെ ഓഫീസിൽ ഞാൻ എത്തിയില്ലെങ്കിൽ എനിക്ക് പണിഷ്മെന്റ് കിട്ടുമോ? എനിക്ക് ശമ്പളം കട്ട് ചെയ്യോ? അയാൾ എനിക്ക് അധിക പണി വല്ലതും തരുമോ? ഈ ഒരു പേടിയോടുകൂടി തെറ്റുകൾ ചെയ്യാതെ കൃത്യമായി CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലുള്ള ഒരു തൊഴിലാളിയെ പോലെ, ക്യാമറ ഇല്ലെങ്കിലും കടയിൽ വളരെ സുതാര്യമായി പണിയെടുക്കുന്ന ഒരു തൊഴിലാളിയുടെ മൈൻഡ് പോലെയാണ് ഈ പറഞ്ഞവരുടെ മൈൻഡ്. കാരണം ഇവിടെ എല്ലാം ഒഴിവാക്കുന്നത് എന്തിനു വേണ്ടി? എനിക്ക് അള്ളാന്റെ നരകത്തിനെ പേടിയാണ്. അതുകൊണ്ടാണ്. ഇതൊരു തരം തൊഴിലാളിയുടെ മൈൻഡാണ്. ഇത് രണ്ടും പാടില്ല. നമ്മൾ തൊഴിലാളിയാകണ്ട, മുതലാളിയാകണ്ട. നമ്മുടെ ലക്ഷ്യം അലി തങ്ങൾ പറഞ്ഞു അള്ളാനെ കിട്ടലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനെ നമുക്കങ്ങ് തരുകയാൻ. ചില ആളുകൾ പറയുമല്ലോ, എന്താ പറയുന്നത്? നമ്മൾ എന്തെങ്കിലും മിണ്ടിയാൽ ഒരക്ഷരം അയാൾ തിരിച്ചു പറയില്ല. അയാൾ തിരിച്ചൊരു വാക്ക് മിണ്ടുന്നില്ല, മൗനം അയാൾ അവലംബിക്കാൻ. ചില ആളുകളോട് എന്തെങ്കിലും മിണ്ടിയാൽ അയാൾ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സങ്കടമാണ്, അല്ലേ? ഏറ്റവും വലിയ ശിക്ഷ ഏതാണെന്നറിയോ? ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഒരക്ഷരം മിണ്ടാതിരിക്കലാണ്. ഭാര്യ ഒരു കുരുത്തക്കേട് കാണിച്ചു, ഭർത്താവ് അത് പിടിച്ചു കയ്യോടെ. ഭാര്യ പ്രതീക്ഷിക്കുകയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വലിയ സ്ഫോടനം നടക്കാൻ പോവുക. ഭർത്താവ് എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റൂല. ആ സമയത്ത് ഭർത്താവിൻ്റെ മുന്നിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു കൊണ്ടുവന്നൊരു ഭാര്യ, ആ ഭാര്യ ഭർത്താവിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ ഭർത്താവാകട്ടെ കമ്മ മിണ്ടുന്നില്ല, അയാൾ ഒരക്ഷരം മിണ്ടുന്നില്ല. ആ ഭാര്യയുടെ ടെൻഷൻ കൂടുകയാണ്. എന്തായിരിക്കും ഇയാളുടെ ഉദ്ദേശം? ഒരടി കിട്ടിയാൽ അതോടെ അങ്ങ് തീർന്നു, ഒന്ന് ചീത്ത പറഞ്ഞാൽ അതോടെ തീർന്നു. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാനും വയ്യ. ആ ഒരു നിലയിൽ ഒരു ഭാര്യയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ ഒരു വലിയ മൗനം അവലംബിക്കുക എന്നുള്ളതാണ്. തടവിൽ കഴിയുന്ന ആളുകൾ നമുക്കറിയാം, കുറ്റാരോപിതരായി ജയിലുകളിൽ കഴിയുന്ന ആളുകൾക്ക് അതിനേക്കാൾ വേദന തടവ് ശിക്ഷ അനുഭവിക്കുന്നതിന് മുമ്പ് നിരപരാധിയാണോ അപരാധിയാണോ എന്നറിയാതെ ഒരു തടവിൽ കഴിയുന്ന പ്രത്യേക ഒരു സാഹചര്യം, വിചാരണ തടവുകാരനായി കഴിയുന്നൊരവസ്ഥ, അത് ഭയങ്കര ഭീകരമാണ്. അതുകൊണ്ടാണ് നരകാവകാശികൾ അള്ളാഹുവിനോട് പറയുമത്രേ, മാലിക്കെന്ന മലക്ക്, നരകത്തിൻ്റെ ഡ്യൂട്ടിയുള്ള മലക്ക് നരകത്തിൽ മിണ്ടൂല. ആ മലക്കിൻ്റെ വിശദീകരണം പറയുന്ന കിതാബുകളിൽ കാണാൻ കഴിയുന്ന മഹിഷറയിൽ നിന്നിട്ട് മനുഷ്യർ പറഞ്ഞു പോകുമെന്ന്, പടച്ചോനെ നീ നരകത്തിലെങ്കിലും ഞങ്ങളെ വലിച്ചെറി, അവിടെ ഞങ്ങൾ കിടന്നോളാം, എന്നാൽ ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് പറഞ്ഞു വിടണം. മഹിഷറയിലെ ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിസർജിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ആര് സഹായിക്കാനില്ലാത്ത ആ ഭീകരമായ മഹിഷറ വൻസഭയിൽ ഞങ്ങളെ നരകത്തിലേക്കെങ്കിലും നീ ഒന്ന് വിട്ടുതാ, ഞങ്ങൾ അവിടെ കിടന്ന് അനുഭവിച്ചോളാം എന്ന് പറയുന്നൊരവസ്ഥ വരുമത്രേ. എന്നതുപോലെയാണ് മൗനം. ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു മൗനം ഉണ്ടാവുക. നിങ്ങൾ നോക്കൂ, നമ്മൾ എന്ത് ചോദിച്ചിട്ട് മിണ്ടാത്ത സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, പടച്ചവനോട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ട് മറുപടി കിട്ടാതിരുന്നാൽ ഒരു മഖലൂക്കായ ഒരു സൃഷ്ടിയായ ഒരു മനുഷ്യൻ്റെ അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? നിങ്ങൾ നോക്ക്, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 183, 184, 185, 187 ഈ 4 ആയത്തുകൾ പറയുന്നത് നോമ്പിനെ പറ്റിയാണ്. 183, 184, 185, 187 നോമ്പ്, റമളാൻ, ഖുർആന്റെ അവതരണം, രാത്രിയിൽ ഭാര്യമാരെ സമീപിക്കുന്നതിൻ്റെ വിശദീകരണം, അഥവാ അഖീദ, ഫിഖ്ഹ്, ഫളായില് എല്ലാം കൂടെ ചേർത്ത് 4 ആയത്തുകളിലായി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ പടച്ചതമ്പുരാൻ
റമളാനിനെ പറ്റി വിശദീകരിക്കുമ്പോൾ 183 റമളാൻ, 184 റമളാൻ, 185 റമളാൻ, 187 റമളാൻ, ഇതിനിടയിൽ ഒരായത്ത് വിട്ടു 186. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചിന്തിക്കൂ, ഇത് റമളാന്റെ കാര്യമല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. അല്ല, റമളാന്റെ കാര്യം തന്നെയാണ് അതിൽ അല്ലാഹു പറയുന്നത്. ആ 186 നോമ്പിനെ പറ്റി അല്ലെന്നേ ഉള്ളൂ, റമളാനിന്റെ മഹത്വത്തെ പറ്റി അല്ലെന്നേ ഉള്ളൂ. പിന്നെയോ ആ 186 ആയത്ത് അല്ലാഹു പറയുന്നത്, അത് കഴിഞ്ഞ് 187 റമളാനിനെ പറ്റിയാണ്. അതിനു മുമ്പുള്ള 3 ആയത്തുകളും റമളാനിനെ പറ്റിയാണ്. അല്ല, 186 റമളാനിനെ പറ്റിയാണ്. പക്ഷേ റമളാൻ എന്ന പ്രത്യക്ഷത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? റമളാനിന്റെ നോമ്പിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന ഒരു വലിയ സമ്മാനത്തെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. ഇതാണ് 186 അല്ല പറയുന്നത്. അതിനു മുമ്പുള്ള 3 ആയത്തുകളും റമളാൻ മാസത്തെ പറ്റിയാ, അതിനുശേഷം വരുന്ന ആയത്തും റമളാനിനെ പറ്റിയാ. എൻ്റെ സഹോദരങ്ങളെ, ഈ ആയത്തും റമളാനിനെ പറ്റി തന്നെയാണ്. പടച്ചവന് തെറ്റുപറ്റിയിട്ടില്ല. ഇത് പറയുന്നത് റമളാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരാളിനെ പറ്റിയാ പറയുന്നത്. നബിയേ, എന്നെ പറ്റി അങ്ങയോട് വന്നിട്ട് എൻ്റെ ദാസന്മാരെ ചോദിക്കുമ്പോ പറയണം, നബിയേ ഇന്നി ഖരീബ്, ഞാൻ അവന്റെ സമീപസ്ഥനാണ്, ഞാൻ അവന്റെ തൊട്ടടുപ്പ് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ഫൽയസ്തജീബൂ ലീ, അവൻ എന്നോട് ചോദിക്കട്ടെ, ഞാൻ കൊടുക്കാ. അവൻ എന്നോട് മിണ്ടട്ടെ, ഞാൻ അവനോടും മിണ്ടാ. അവൻ എന്നോട് സംസാരിക്കട്ടെ, ഞാൻ അവനോട് സംസാരിക്കാ. വൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർശുദൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചേർത്ത് പറഞ്ഞ 5 ആയത്തുകളാ. അതിൽ 3 അവസാനത്തെ 1 മാത്രമല്ല റമളാനുള്ളത്. അതിന്റെ ഇടയ്ക്ക് അല്ലാഹുവിന് അബദ്ധം പറ്റുകയില്ല. അല്ലാഹു അഹ്കമുൽ ഹാക്കിമീനാണ്, അവനാണ് സർവ്വലോക സംരക്ഷകൻ. അതുകൊണ്ട് പടച്ചതമ്പുരാന് തെറ്റുപറ്റിയില്ല. അവിടെ ദുആയിനെ പറ്റി പറയുന്നത് നോമ്പുകാരനല്ല കൊടുക്കുന്ന വലിയ ഒരു സമ്മാനമാണ്. അല്ലാഹ് ഒരാളെ അങ്ങ് ബോധിച്ചാൽ, അല്ലാഹ് ഒരാളോട് അങ്ങ് ഇഷ്ടം വന്നാൽ അവന് ചോദിക്കുന്നതിനൊക്കെ അല്ലാഹു ഉത്തരം കൊടുക്കുന്നതാണ്. അവൻ മിണ്ടുമ്പോഴൊക്കെ അല്ലാഹു തിരിച്ചു മിണ്ടുന്നതാണ്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പടച്ചതമ്പുരാൻ ഒരു ദുആയിന്റെ ആയത്തിലൂടെ നോമ്പ് പിടിക്കുന്ന മനുഷ്യനുണ്ടാകുന്ന ചൈതന്യത്തെ പറ്റി അല്ല പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ചില്ലറക്കാരല്ല, നമ്മൾ ചെറിയ ആളുകളല്ല. ഒരു കാര്യം കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വൈകിയ വേളയിൽ ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. ഈ റമളാനിൽ പ്രസംഗിക്കുന്ന അത്ര സുഖമുള്ള കാര്യമല്ല. ഞാൻ പരമാവധി അങ്ങ് അറ്റത്തെ രീതിയിൽ പ്രസംഗിക്കാൻ, ഉസ്താദുമാർക്കൊക്കെ അറിയാം, ഏറ്റവും വലിയ ഒരു പ്രയാസം എന്ന് പറയുന്നത് പ്രഭാഷകന്മാരെക്കാൾ മുദരിസുമാർക്കാണ്. കാരണം പ്രഭാഷകന്മാർക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രസംഗിച്ചിട്ട് പോയാൽ മതി. അഡ്ജസ്റ്റ് ചെയ്ത് പ്രസംഗിച്ച മൈക്ക് ശരിയാണെങ്കിൽ കൃത്യമായി ജനങ്ങൾക്കെത്തും. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദർസ് എടുക്കുന്ന ഉസ്താദുമാരുണ്ട്, മുദരിസുമാരുണ്ട്. അവരുടെ കാര്യം വല്ലാത്ത കഷ്ടമാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ഈ റമളാൻ മാസത്തിൽ സാധാരണ ഞാൻ എങ്ങും പ്രസംഗിക്കാൻ പോകാത്തതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബ് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്, നിങ്ങളുടെ നാട്ടുകാരനാണ്. അവരെ സമീപിക്കുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഈ ICSന്റെ പ്രവർത്തകരെന്നെ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ പിന്നെ റമളാൻ മാസത്തിൽ ഒരു സന്തോഷത്തിൻ്റെ ഒരു നിമിഷം കൂടിയാണല്ലോ. ഇത്രയും പേരുടെ ദുആക്ക് വസിയത്ത് ചെയ്തു പോയാൽ എനിക്കൊരു ദുആയും കിട്ടും. അതുകൊണ്ട് അൽഹംദുലില്ലാ പടച്ചതമ്പുരാൻ്റെ തൗഫീഖ് കൊണ്ട് പ്രസംഗിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഈ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വിശപ്പുണ്ടാകുന്ന എപ്പോഴാണ് വിശപ്പുണ്ടാകുന്നത്? ഉച്ചക്കല്ലേ വിശപ്പുണ്ടാകുന്നത്? ദാഹം ഉണ്ടാകുന്നത് ഉച്ചക്കല്ലേ? അള്ളാഹു അനുവദിച്ച ഭക്ഷണം നമ്മുടെ വീട്ടിലുമുണ്ട്. യാതൊരു നിലയിലും ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിലും ഒരു ഇമാമിങ്ങളും ഒരു ചെറിയ പണ്ഡിതനാകട്ടെ വലിയ പണ്ഡിതനാകട്ടെ ഹറാമാണെന്ന് പറയാത്ത സുഭിക്ഷമായ ഭക്ഷണം വീട്ടിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരിപ്പുണ്ട്, ഫ്രിഡ്ജിലിരിപ്പുണ്ട്, അടുക്കളയിലിരിപ്പുണ്ട്. ഉച്ചക്കാണെങ്കിലോ നല്ല വിശപ്പുമുണ്ട്, ദാഹമുണ്ട്.
അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഇപ്പോൾ നീ തിന്നരുത്, ഇപ്പോൾ നീ തിന്നണ്ട. അപ്പോൾ ചോദിച്ചു, എപ്പോഴും തിന്നണം പടച്ചോനെ? എപ്പോഴാ തിന്നാൻ പറഞ്ഞത് നമ്മളോട്? സുന്നത്തായ ഒരു ഭക്ഷണം എപ്പോഴാ? സഹറിൻ്റെ സമയം. എങ്ങനാ വീട്ടിൽ നിന്ന് ബെഡ്റൂമിൽ നിന്ന് കിച്ചണിൽ പോകുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗിയെ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് നമ്മൾ പലരും ബെഡ്റൂമിൽ നിന്ന് കിച്ചണിലേക്ക് ഭാര്യ വിളിക്കുമ്പോൾ പോകുന്നത്. കാരണം ഒരു സ്വബോധവും നമുക്കുണ്ടാവില്ല. ഉറങ്ങിക്കിടക്കുന്ന നമ്മൾ ഒരു പാതി മയക്കത്തിൽ നേരെ അടുക്കളയിൽ ചെന്നിരുന്നിട്ട് അപ്പോഴും നമ്മൾ ഒന്നും ആഗ്രഹിക്കൂല കഴിക്കാൻ, പക്ഷെ നമ്മൾ കഴിക്കും. എന്തുകൊണ്ട്? അള്ള പറഞ്ഞു, നട്ടുച്ച നേരത്ത് വിശക്കുമ്പോൾ നീ തിന്നരുത്. വിശപ്പില്ലാത്ത പാതിരാത്രി നിന്റെ നല്ല ഉറക്കത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റിരുന്ന് തിന്നടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടവരാണ്. ശരിയല്ലേ? ഇതിനപ്പുറം ഒരു അടിമ അള്ളാഹു റബ്ബുൽ ഇസ്സത്താകുന്ന ഉടമസ്ഥന് വേണ്ടി എന്താ ചെയ്യുക? നിസ്കാരത്തിൽ ഈ ചൈതന്യം കിട്ടുന്നുണ്ടോ? ഹജ്ജിൽ ഈ ചൈതന്യം കിട്ടുന്നുണ്ടോ? നിസ്കാരത്തിൽ നമുക്ക് ഓരോ ഇബാറത്തുകളെ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. പടച്ചോൻ പറഞ്ഞു, നീ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കണ്ട. മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന ഹലാലായ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ റൂമിനകത്ത് ബെഡ്റൂമിനകത്ത് സുരക്ഷിതയായി നിന്റെ കൈവെള്ളയിൽ നിനക്ക് യഥേഷ്ടം ഏത് രീതിയിലും നിന്റെ പ്രിയപ്പെട്ടവളോട് പെരുമാറാനുള്ള പെർമിഷൻ തന്ന അതേ അവസ്ഥയിൽ പടച്ചതമ്പുരാൻ നിന്റെ ഭാര്യയെ നിനക്ക് അനുവദിച്ചു തന്നപ്പോൾ അള്ളാഹു പറഞ്ഞു, വേണ്ട വേണ്ട, നീ നിന്റെ ഭാര്യ ഇപ്പൊ തുടരുത് എന്ന് പറഞ്ഞു. ആ അനുസരണയോടെ നമ്മളത് കേട്ടില്ലേ? ഇതിലപ്പുറം നമ്മൾ പടച്ചോന് നമ്മൾ എന്താ ചെയ്യുക? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരണീയനായ പ്രിയപ്പെട്ട ഷെയ്ഖുന ഏരൂർ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, എൻ്റെ മാർഗദർശിയാൻ. എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ ബഹുമാനപ്പെട്ടവരെ വിളിക്കാറുണ്ട്. ഞാൻ പറയാതെ എൻ്റെ വിഷമങ്ങളും മനസ്സിലാക്കി മുഖത്ത് നിന്ന് വായിച്ചെടുത്ത് എൻ്റെ വീട്ടിൽ വന്ന് പലപ്പോഴും എന്നെ സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാവരും ആ മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവർക്ക് വേണ്ടി ദുആ രക്കണം. ഇരുന്നോളെ. പുറത്ത് നിൽക്കുന്നവരൊക്കെ അകത്തോട്ട് കയറി. ഇനി നമുക്ക് അതിഥിയായി വരാൻ ആരുമില്ല. ഇനി വരാനുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമേ ഉള്ളൂ. അത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ്. അതിന് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 21-ാം രാവ് ലൈലത്തുൽ ഖദർ ഏറെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി ഒരിക്കലും ഞാൻ പ്രസംഗിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന ശരിയല്ല. കാരണം വെള്ളം കണ്ടാൽ തയമ്മം ബാത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്തായിരുന്നാലും ഇനി കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞു വന്നത് ഞാൻ ഒരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ ദുആക്കപ്പുറത്ത് അവിടുത്തെ ഉപദേശം കൂടി ഈ നാടിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അധിക പ്രസംഗം നടത്തി ഞാൻ ഒരിക്കലും സമയം നഷ്ടപ്പെടുത്തുന്നില്ല. മുബാറക്കായ സമയമാണ്. അല്ലാഹു തആല തന്ന ഏറ്റവും നല്ല ഒരു ഭാഗ്യമാണ് ഈ വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ദുആരക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്. അല്ലാഹു നമുക്ക് തന്ന ഈ ഭാഗ്യത്തെ അല്ലാഹു തആല നമ്മുടെ പരമ്പരകൾക്കും കൂടി പകർന്നു കൊടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹ് ആദരിച്ചവരെയൊക്കെ ആദരിക്കാൻ, അള്ളാഹ് ബഹുമാനിച്ചവരെയൊക്കെ ബഹുമാനിക്കാൻ, അള്ളാഹു തആല തള്ളിക്കളഞ്ഞവനെ പോടാ നിന്റെ പണി നോക്കിയെന്ന് പറയാനുള്ള ഈമാനികമായ തൻ്റെ ഇടവും ചങ്കൂറ്റവും നമുക്ക് അള്ളാഹു തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതാ പറഞ്ഞു വന്നത്, അള്ളാഹു തആല നമ്മൾ അബ്ദാണ്, കേവലം ഒരു അടിമയാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കാൻ. ഇഷ്ടംപോലെ സമ്പത്ത് നമുക്കുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച ഒരുപാട് കാശുണ്ട്. നമുക്ക് കഴിക്കാൻ ഭക്ഷണത്തിന് ഒരു കുറവുമില്ല, കുടിക്കാൻ വെള്ളത്തിനൊരു കുറവുമില്ല. ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നുമക്കൾക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ, ഒരു റൊട്ടിയോ ഒരു ഈത്തപ്പഴമോ കഴിക്കാനില്ലാതെ ഫലസ്തീനിലെ പാവപ്പെട്ട പൊന്നുമക്കള് ഇന്നും ലോകം കണ്ട ഏറ്റവും വലിയ ടെററിസ്റ്റായ, ലോകം കണ്ട ഏറ്റവും വലിയ രക്തദാഹിയായ ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും വക്താക്കൾ എറിയുന്ന വലിയ വലിയ ബോംബുകളുടെ മുമ്പിൽ പാവപ്പെട്ട ഫലസ്തീൻ്റെ മക്കൾ പടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുകയാ. നോമ്പുകാരായ പ്രിയപ്പെട്ട മക്കൾ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗത്തിൽ അള്ളാഹു സുഭിക്ഷമായ ഭക്ഷണവും വെള്ളവും പാനീയവും ങ്ങളൊക്കെ തന്നല്ലോ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വിശക്കുന്ന ഉച്ചക്ക് നീ കഴിക്കരുത് മോനെ. നമ്മൾ അനുസരിച്ചു. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരിക്കലും കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ആ സഹറിൻ്റെ സമയത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞതിൻ്റെ പേരിൽ പാതി ഉറക്കത്തിൽ നമ്മൾ കഴിക്കുന്നു. ഇതിനപ്പുറം നമ്മൾ അബ്ദാണ് എന്ന് പടച്ചോൻ്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ ഇനി എന്താ ഉള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ്
അബ്ദിയത്തിന്റെ ഏറ്റവും വലിയ ഉബൂദിയത്തിന്റെ അടയാളമാകുന്ന ഈ നോമ്പിനെ അല്ലാഹു തആല റമളാനിൽ കൊണ്ടുവന്നിട്ട് റുബൂബിയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ ഖുർആനെ കൂടി അല്ലാഹു തആല റമളാനിൽ അങ്ങ് ഇറക്കി. റുബൂബിയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഖുർആൻ. ഫാത്തിഹ മുതൽ നാസ് വരെ അല്ല റബ്ബാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ്. ആ റുബൂബിയത്തിന്റെ ദൃഷ്ടാന്തമായ ഖുർആനിനെ അല്ലാഹു റമളാനിൽ അങ്ങ് ഇറക്കിയിട്ട് ഉബൂദിയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാകുന്ന പട്ടിണി കിടന്ന് ഉപവസിക്കുക എന്നതിനെ അല്ലാഹു തആല റമളാനിൽ നമുക്ക് നിർബന്ധമാക്കി. നമ്മൾ അബ്ദിയത്ത് തെളിയിക്കുമ്പോൾ അള്ളാഹു അവിടെ നിന്ന് റുബൂബിയത്ത് നമ്മുടെ മുമ്പിലേക്ക് പ്രകടമാക്കിക്കൊണ്ടിരിക്കാൻ. അതുകൊണ്ടാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെ സഹായിക്കാനില്ലാത്ത മഹ്ശറ വനസഭയില്, ആ ഭീകരമായ മഹ്ശറയില് അള്ളാഹുവിന്റെ കോടതിയാണ്. അവിടെ അഡ്വക്കറ്റുമാരില്ല, വക്കീലുമാരില്ല. അവിടെ വാദികളും പ്രതികളും സാക്ഷികളും മാത്രമാണ്. അവിടെ യജമാനനായ പടച്ചവൻ മാത്രമാണ് ജഡ്ജ്. അല്ലാഹു എന്ന ജഡ്ജി, അല്ലാഹുവിന്റെ മാലാകമാരെന്ന് പറയുന്ന അവിടെ പടച്ചവന്റെ പട്ടാളം ഇങ്ങനെ വിന്യസിക്കപ്പെടുമ്പോൾ 70,000 ചങ്ങലകളെ ബന്ധിക്കപ്പെട്ട് ഓരോ ചങ്ങലയിൽ 70,000 മാലാകമാര് പിടിച്ചു വലിച്ചടച്ചു കൊണ്ടുവരുന്ന ഭീകരമായ നരക, ആ നരകത്തെയും കൊണ്ട് നിർത്തുമ്പോൾ വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ വജീഅ യൗമഇദിൻ ബിജഹന്നമ. ആ സമയത്ത് നരകം കൊണ്ടുവന്നു. അല്ലാഹു എന്ന ജഡ്ജി ഹാജരായി. അതുപോലെ മലായിക്കത്തുകൾ വരിവരിയായി അണിയണിയായി നിൽക്കുന്നു. എല്ലാവരും എത്തിയെന്ന് ഉറപ്പിക്കുകയാണ്. അഹ്സാഹു അഅദ്ദഹും അദ്ദാ. അല്ലാഹു എണ്ണമെടുക്കുകയാണ്. ഒരു മദ്രസയിൽ അധ്യാപകന്, സ്കൂളിൽ അധ്യാപകന് അവിടെ ഹാജർ വിളിക്കുന്നത് പോലെ വിളിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പടച്ചവന് എണ്ണമെടുക്കാതെ തിരിയാത്തതിന്റെ പേരിലല്ല, തിരിയാത്ത നമുക്ക് തിരിയാൻ വേണ്ടി അല്ല പറഞ്ഞതാണ്. അഹ്സാഹും വഅദ്ദഹും അദ്ദാ. അല്ല എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് മലക്കുകളെല്ലാം 4 ഭാഗത്ത് വിന്യസിക്കപ്പെട്ട് അല്ലാഹു എന്ന യജമാനനായ ജഡ്ജി ഹാജരായി എല്ലാ നിലയിലും നരകത്തെ വലിച്ചു കൊണ്ടുവന്ന് പടച്ചവന്റെ മഹ്ശറ എന്ന കോടതി അതാ സെറ്റാകുമ്പോൾ ഉബൂദിയത്തിന്റെ ദൃഷ്ടാന്തമായ നോമ്പ് അവിടെ വരികയാണ്. റുബൂബിയത്തിന്റെ ദൃഷ്ടാന്തമായ ഖുർആനും അവിടെ വരികയാണ്. എന്നിട്ട് നോമ്പ് അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, പകല് ഞാൻ ഇവനിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു കഴിക്കരുതേ. അവൻ കഴിച്ചില്ല അല്ലാ, അവന് കുടിച്ചില്ല അല്ലാ. അവന്റെ തൊണ്ട പൊട്ടി, അവന്റെ ചുണ്ട് വരണ്ടുണങ്ങി, അവന്റെ ആമാശയം കത്തിക്കരിഞ്ഞു. എന്നിട്ടും അവൻ ഒരു ജലപാനം നടത്തിയില്ല, ഒരുരുള ഭക്ഷണം അവൻ കഴിച്ചില്ല. എനിക്ക് വേണ്ടിയിട്ട് എന്നെ ബഹുമാനിച്ചുകൊണ്ട് മനഅ്തു ത്വആമ ബിന്നഹാർ. പടച്ചവനെ, പകല് ഞാൻ ഇവന് ഭക്ഷണം മുടക്കിയവനാണ്. ആ സമയത്ത് റുബൂബിയത്തിന്റെ ദൃഷ്ടാന്തമായ ഖുർആനും വരികയാണ്. അല്ലാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ രാത്രി അവന്റെ ഉറക്കം ഞാൻ തടഞ്ഞു വെച്ചിട്ടവനെ കൊണ്ട് ഓദിപ്പിച്ചു. ഇവന് 2, 3, 4 ഖത്തും തീർത്തു. ഈ നിലയിൽ അവന് റമളാനിനെ വരവേറ്റം നമസ്കാരം, നോമ്പ്, അതുപോലെ പരിശുദ്ധമായ ഖുർആനും അല്ലാഹുവിനോട് പറയുമ്പോ, സഹോദരങ്ങളെ, റുബൂബിയത്തിന്റെ ദൃഷ്ടാന്തമായ ഖുർആൻ, ഉബൂദിയത്തിന്റെ ദൃഷ്ടാന്തമായ നോമ്പിലൂടെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഞാനും നിങ്ങളും പോകുമ്പോ ഒരു നോമ്പുകാരൻ അല്ലാഹു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമായ ലിഖാഉല്ലാഹ് എന്ന സന്തോഷത്തിലേക്ക് നമ്മൾ അങ്ങ് ചെല്ലുകയാണ്. ഒരു പ്രത്യേകമായ കവാടം തന്നെ തുറന്നിട്ടു. ഇവിടെ നോക്കണേ നിങ്ങൾ, ഈ പരിമിതമായ സ്ഥലത്ത് എല്ലാവരും വന്ന വഴിയിലൂടെയാണ് ആശിഖുർ റസൂൽ മുഹയ്യിസുന്ന ശൈഖുനായ ഒരു ഉസ്താദ് വന്നത്. മഹാനവറുകൾക്ക് പ്രത്യേക കവാടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പടച്ചവന്റെ സ്വർഗത്തിൽ പോകുമ്പോ നിസ്കാരക്കാരും ഹജ്ജ് ചെയ്ത ഹാജിമാര്, പണ്ഡിതന്മാര്, ദാനധർമ്മിട്ടന്മാര്, അവര് പോകുന്ന വാതിലൂടെ എല്ലാ നോമ്പുകാരെ പ്രത്യേകമായി കൊണ്ടുപോകുന്ന വാതില്, ആ വാതിൽ അല്ലാഹു വെച്ച പേര് റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് കയറുമ്പോ അവനെ തന്നെ പടച്ചവൻ അവനെ തന്നെ അങ്ങ് കൊടുക്കുകയാണ്.
കിട്ടുകയാണ്. ആ പടച്ചോനെ കിട്ടുക എന്ന ഇബാദത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും ഇബാദത്തെടുക്കുന്ന നോമ്പെടുക്കുന്നതെങ്കിൽ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പ് വേണ്ട. കാരണം സ്വർഗം സൃഷ്ടിയാണ്. നമ്മുടെ നോമ്പിൽ ഒരു സൃഷ്ടി കടന്നു വരണ്ട. നരകത്തെ പേടിച്ചുകൊണ്ട് നോമ്പ് പിടിക്കണ്ട. കാരണം നരകം സൃഷ്ടിയാണ്. ആ നരകത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്ന സൃഷ്ടിയാണ്. ആ സൃഷ്ടിയോട് നമ്മുടെ നോമ്പെന്ന ഇബാദത്ത് കണക്റ്റ് ആകണ്ട. നമ്മുടെ ഇബാദത്തുകൾ കണക്റ്റ് ആകേണ്ടത് സർവശക്തനായ പടച്ചവനോട് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും നിയ്യത്ത് വയ്ക്കുന്നത് ലില്ലാഹി തആല ലില്ലാഹി തആല ലില്ലാഹി തആല. സ്വർഗത്തിന് വേണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് ഒരു ഇബാദത്തിന് നിയ്യത്ത് വെക്കൂല. എല്ലാം ലില്ലാഹി തആല ലില്ലാഹി തആല ലില്ലാഹി തആല. ഞാൻ അള്ളാഹുവിന് വേണ്ടി, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ ആഗ്രഹിച്ചുകൊണ്ട് പടച്ചവരിലേക്ക് ലയിച്ചു ചേരാൻ വേണ്ടി ഇരിക്കുമ്പോ സർവശക്തനായ പടച്ചതമ്പുരാൻ ഇവിടെ ഇരിക്കുന്ന മഹത്തുക്കളുടെ ബറക്കത്ത് കൊണ്ട്, സയ്യിദ്മാരുടെ ബറക്കത്ത് കൊണ്ട്, സാലിഹീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, സായിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മുത്തഅല്ലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ഈ സായാഹ്നത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പുണ്യമായ ഈ രാവിലേക്ക് അടുക്കാൻ പോകുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ സർവശക്തനായ നാഥാ നിന്നെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ കൃതാർത്ഥരാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ നോമ്പിന് പകരം ഞങ്ങൾക്ക് നിന്നെ തരണേ തമ്പുരാനെ. പെടഞ്ഞു വീടുന്ന പലസ്തീൻ്റെ മക്കൾക്ക് സമാധാനം പുനഃസംവിധാനിക്കണേ റബ്ബേ. രക്തദാഹികളായ, ലോകം കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളായ ആ ഇസ്രായേൽ ഭീകരന്മാരെ നശിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹു ഈ ദുആ സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഈ വിനീതനെ കൂടി ദുആയിൽ ഉൾപ്പെടുത്തണം എന്നറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.